സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിപിഒയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ എസ്ഐക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ ബൈജുവിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബൈജുവിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ബൈജുവിന്റെ കൂട്ടാളി കൊച്ചി സ്വദേശി ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, ഇത് വളരെ വ്യത്യസ്തമായ കൗതുകമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ വന്ന സമയത്ത്. പക്ഷേ അതിന്റെ ഗൗരവമെന്ന് പറഞ്ഞത് പോലീസുകാർ തന്നെയാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ നിയമം പാലിക്കേണ്ടവർ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നത് എന്നുള്ളതാണ്. എന്തായാലും എസ്ഐക്ക് സസ്പെൻഷൻ അല്ലേ? അതെ, എസ്ഐക്ക് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു. പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുന്നു. കാരണം ഇത് വളരെ ആസൂത്രിതമായി ഇത് നീങ്ങി എന്ന് തന്നെയാണ് പോലീസിൻ്റെ രഹസ്യാന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകുന്ന ഇയാളുടെ സുഹൃത്ത്, ഈ എസ് ഐ ബൈജുവിൻ്റെ സുഹൃത്ത് ഷിഹാമിന് കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഒപ്പം ഈ സ്പായിൽ ജീവനക്കാരി രമ്യ എന്ന സ്ത്രീ, ഇവർ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം കൂടി നടക്കുകയാണ്. ഇത് ഇവർ 3 പേരും കൂടി ആസൂത്രിതമായി നടപ്പാക്കിയെന്ന് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ പോലീസുകാരൻ ഈ സ്പായിൽ പോയിരുന്നു. പിന്നീട് അവിടെ വെച്ച് ഇയാളുടെ മാല നഷ്ടപ്പെട്ടു എന്ന രീതിയിലേക്ക്, ഈ സ്ത്രീയുടെ മാല, സ്പായിലെ ജീവനക്കാരിയായ ആ സ്ത്രീയുടെ മാല നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരു പരാതി അത് അയാൾ ജോലി ചെയ്യുന്നിടത്തേക്ക് തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഇതിനെ തുടർന്ന് ഇത് വലിയ രീതിയിലേക്ക് അന്വേഷണം വരും എന്നത് എസ് ഐ തന്നെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം വരുന്നു. അവിടെയാണ് ഇടനിലക്കാരൻ എന്ന രീതിയിൽ ഈ ഷിഹാം ഇടപെടുകയും ചെയ്യുന്നത്. പിന്നീട് ഇവർ ഇടപെട്ടുകൊണ്ട് ഇയാളിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങി. അതിൽ 2 ലക്ഷം രൂപ ഈ എസ് ഐ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ആ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത് ഈ വന്ന പരാതി വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാകുന്നു എന്നത് വന്ന് കണ്ടു. അങ്ങനെയാണ് ഈ പരാതിക്ക് എന്തു സംഭവിച്ചു എന്ന് പോലീസിനകത്ത് തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഇതിനകത്ത് നടന്നിരിക്കുന്നു. അത് ബോധപൂർവം ഈ 3 പേരും ചേർന്ന് ആസൂത്രിതമായി നടപ്പാക്കിയതാണ്. ഇയാളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നടപ്പാക്കിയതാണ്. സ്പായിൽ പോയ വിവരം വീട്ടിൽ അറിയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുകയും അതിൻ്റെ ഒരു ഭാഗം എസ് ഐ എടുക്കുകയും മറ്റ് 2 പിന്നീടുള്ള വിഹിതം ഇവർ വീതിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെയും ഈ സ്പാ നടത്തിപ്പുമായി അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് കണ്ട കൊച്ചി സിറ്റി പോലീസിൽ 2 പോലീസുകാർക്കെതിരെ നടപടി അടക്കം വന്നിരുന്നു. കാരണം ഇത്തരം സ്പാകൾ അനധികൃതമായി കൊച്ചി സിറ്റി പോലീസിൻ്റെ പരിധിയിൽപ്പെടുന്ന നിരവധി ഇടങ്ങളിൽ ഈ സ്പായും മറ്റ് സെൻറ്ററും മസാജ് പാർലറും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെ മറവിൽ പല രീതിയിലുള്ള അനാശാസ്യങ്ങൾ നടക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നതാണ്. അതിനിടയിലാണ് ഈ നടത്തിപ്പുകാരിൽ തന്നെ പലരിലും പങ്കാളിത്ത സ്വഭാവം പോലീസുകാർക്ക് തന്നെ ഉണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്ന. അങ്ങനെയാണ് അന്ന് 2 പോലീസുകാർക്കെതിരെ നടപടികളെല്ലാം തന്നെ ഉണ്ടായത്. അപ്പോൾ ഇവരുമായി വളരെ അടുത്ത ബന്ധം ഈ സംഘങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം കൂടിയായി ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം കൂടി മാറുകയാണ്. ഏതായാലും പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ കർശന നടപടികളിലേക്ക് നീങ്ങാനാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യ നടപടി എന്ന രീതിയിലാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ അടുത്ത അറസ്റ്റ് കൂടി ഷിഹാബിന് കൂടി രേഖപ്പെടുത്തും. ഒപ്പം ഈ സ്പായിലെ ജീവനക്കാർ, ഇവരൊരു കൂട്ടുപ്രതി എന്നെല്ലാം പറയുന്ന സ്പായിലെ ജീവനക്കാരി രമ്യ, അവരെ കൂടി പോലീസ് തേടുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.